റീനയുടെ ഒരു കാര്യം സംസാരിച്ച് തുടങ്ങിയാണല്ലോ പിന്നെ പെണ്ണ് ഫോൺ വെക്കൂല. ഫോൺ വെച്ചാ എന്താണ് റീന ഫോൺ വെച്ചോന്ന് ചോദിച്ചതാ. 1 മണിക്കൂർ കഴിയുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. ഓ 1 മണിക്കൂർ കഴിയുമ്പോ വീണ്ടും വിളിക്കും അല്ലേ? ഇതിന് മാത്രം എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള? 1 മണിക്കൂറോളം കണ്ട് നീ സംസാരിച്ചു. അത് ശരി. അപ്പൊ നീ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ദുബായിൽ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കുകയോ ചെയ്യല്ലോ. എന്റെ പൊന്നു ലച്ചൂസ്, ഞാൻ സംസാരിക്കുന്ന കമ്പനിയുടെ ഒഫീഷ്യൽ കാര്യങ്ങളല്ലേ, അല്ലാതെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുവല്ലോ. പിന്നെ കമ്പനിയുടെ ഒഫീഷ്യൽ കാര്യമാണല്ലോ ഈ കൊഞ്ചി കുഴഞ്ഞ് ചിരിച്ചും മറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് പോയ സിദ്ധു. ലച്ചൂസേ, ഞാനേ കിച്ചണിൽ വെച്ചിട്ട് എന്റെ അപ്പൂപ്പന്റെ ഒരു മികച്ച കഥ പറയാൻ വന്നപ്പോഴേക്കും നീ എന്താ അവിടെ സ്കിപ്പ് അടിച്ചു പോയേ? അതിന് ഞാൻ സ്കിപ്പ് അടിച്ചു പോയതല്ലോ. ഒരു കോള് വന്നപ്പോ ഞാൻ അത് അറ്റൻഡ് ചെയ്തല്ലേ, നീ കണ്ടല്ലേ? നീ നിന്റെ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ അപ്പൂപ്പന്റെ ഒരു കാര്യം ആലോചിച്ചത്. അപ്പൂപ്പന്റെ കഥയൊക്കെ പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞെട്ടും. പണ്ടേ പാഴൂര് ഒരു സമയത്ത് ഭയങ്കര ജലക്ഷാമമായിരുന്നു. ഈ നാട്ടുകാർക്കൊക്കെ കൃഷി ചെയ്യാനുള്ള വെള്ളമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാ അതനുസരിച്ച് വാട്ടർ അതോറിറ്റിക്കാർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? ചെയ്തു കൊടുത്തില്ല. അവസാനം ജലക്ഷാമം കൂടി വന്നപ്പോഴത്തേക്കും വാട്ടർ അതോറിറ്റിക്കാർ എന്ത് ചെയ്ത് ഈ കനാല് പണിയാനും അതുപോലെ തന്നെ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ട് ഈ പമ്പ് സെറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാ നാട്ടുകാർ ഇതിനുള്ള സ്ഥലം കൊടുക്കണ്ടേ? ആരും സ്ഥലം കൊടുത്തില്ല. അവസാനം നമ്മുടെ അപ്പൂപ്പൻ, പടവലത്തെ അപ്പൂപ്പൻ, ഒരു ഇന്ന സ്ഥലം വാട്ടർ അതോറിറ്റിക്കാർക്ക് അങ്ങ് കൊടുത്ത് ആ സ്ഥലത്താണ് വാട്ടർ അതോറിറ്റിക്കാർ കനാല് പണിതതും പമ്പ് സെറ്റൊക്കെ വെച്ച് വെള്ളം അടിച്ച് നാട്ടുകാർക്ക് എത്തിച്ചതും. ആ സമയത്തുണ്ടല്ലോ അപ്പൂപ്പൻ ഹീറോ ആയിരുന്നു, ഹീറോ. നാട്ടുകാരൊക്കെ അപ്പൂപ്പനെ കാണുമ്പോഴേ ഇങ്ങനെ തൊഴും അപ്പൂപ്പനെ നല്ല മനസ്സ് കണ്ടിട്ട്. കഴിഞ്ഞ ഈ കഥ കഴിഞ്ഞു. എങ്കിലേ ഞാൻ എന്റെ കാരണവന്മാരുടെ കഥ ഞാൻ പറയാം. ഞങ്ങളുടെ അടിക്കൂട്ടൂർ തറവാട്, ആ തറവാടിന്റെ ബാക്കിൽ ഒരു വലിയ ഫോറസ്റ്റ് ആണ്. അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ താമസിച്ചിരുന്നു. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വഴിയില്ല. ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആംബുലൻസിന് പോലും അവിടെ എത്താൻ സാധിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ അപ്പൂപ്പൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അകത്തുനിന്ന് ഒരു വഴി വെട്ടി അവിടത്തേക്ക് ഒരു കണക്ഷൻ വെച്ചു. എന്നിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് എന്റെ ഗ്രാൻഡ് ഫാദർ. നിങ്ങളൊക്കെ മണ്ടന്മാരാണോ? നിങ്ങളുടെ തറവാടിന്റെ ബാക്കിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വഴി ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? സത്യം പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾ വഴി കൊടുക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയി. ക്രൂരന്മാര് കേട്ടാ നിങ്ങളുടെ കാരണവന്മാര്. പാവങ്ങൾ എന്തോരം കിടന്ന് അനുഭവിച്ചു കാണും. ഒരു ആംബുലൻസ് പോലും പോവില്ലായിരുന്നു എന്ന്. നിങ്ങൾ വഴി കൊടുത്തില്ലായിരുന്നെങ്കിലേ നിയമപരമായി നിങ്ങൾ വഴി കൊടുക്കണ്ട വന്നേനെ. നിങ്ങളുടെ കാരണവന്മാര് കുറെ തല്ലും കൊണ്ടേനെ. എന്നിട്ട് വലിയ കാര്യം പോലെ അങ്ങ് പറയാ. ചേച്ചി, പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മൾ അരിയും സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തില്ലേ ചോനർത്തലേന്ന്? അത് അമ്മൂമ്മ പറഞ്ഞതാ. പിന്നെ ഇല്ലേ, ചോനർത്തല കുടുംബം എന്നൊക്കെ പറഞ്ഞ അങ്ങ് ബെടാ കുടുംബമല്ലേ സംഭവം. അമ്മൂമ്മ ഇങ്ങനെ കുടുംബകാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കളിയാക്കിയൊക്കെ വിടും. പക്ഷെ അമ്മൂമ്മയുടെ അച്ഛനും അമ്മയൊക്കെ എന്നാ ജന്മികളായിരുന്നു. അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ മടിക്കുത്തിൽ ഒരു ലോഡ് പൈസയും വെച്ചോണ്ട് ഇറങ്ങണേ. എന്തിനാന്നറിയോ? എന്തെങ്കിലും ആരെങ്കിലൊക്കെ ദാരിദ്ര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എടുത്തങ്ങ് കൊടുക്കും. ഇങ്ങനെ വീശി എറിയും. ഇങ്ങനെ വീശി എടുത്തറിയാൻ വേണ്ടിട്ടേ നിങ്ങളുടെ അമ്മമ്മയുടെ കുടുംബത്തിലായിരുന്നോ ഈ കമ്മട്ടം വെച്ചിരുന്നത്? അതോ കള്ളനോട്ടടിയായിരുന്നു നിങ്ങൾക്ക് പരിപാടി? ഇല്ലടാ, റിസർവ് ബാങ്കിൽ നിന്ന് വീടിന്റെ മുറ്റം വരെ പൈസ വരുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പണിക്കാര് തലയില് ചുമന്ന് അലമാരിയുടെ അകത്ത് കൊണ്ടേ പൂഴ്ത്തി വെക്കും. ഇവിടെ വലിയ വലിയ കാര്യം പറയുമ്പോഴാണ് അവന്റെ ഓഞ്ഞ കോമഡി. എടാ സത്യം പറഞ്ഞ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോ നിനക്ക് തള്ളായിട്ടൊക്കെ തോന്നും. അമ്മാതിരി കാര്യങ്ങളാണ് കുടുംബക്കാര് ചെയ്തു വെച്ചേക്കുന്നത്. കേട്ടാ വിശ്വസിക്കാൻ പോലുമില്ല. ആര് വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിലേ എന്റെ കുടുംബത്തിൽ നടന്ന വേറൊരു കഥയുണ്ട്, അത് നീ കേൾക്കണം. റീനെ വിളിക്കുന്നു. ഇത്ര പെട്ടെന്ന് 1 മണിക്കൂറായാ? പറയാവേ നടന്ന കഥയല്ലേ? അളിന് പഠിക്കാനൊന്നുമില്ലേ? ചലോ. മുത്തേ, നീ നിന്റെ വിശേഷം പറ. അയ്യോ, ഇവിടുത്തെ വിശേഷമൊക്കെ പറയാൻ നിന്നാണല്ലോ ഫുൾ കോമഡിയാണ്. ഏത് നമ്മുടെ കോളേജിലെ ബാച്ചിലെയാ? ഡേറ്റ് ഫിക്സ് ചെയ്ത അതിന്? അതെ, ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തും കൂടെ ഒന്ന് പറയണേ. ശരി എടേ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ശരി ഡേ, വിളിക്കും ഉറപ്പായിട്ട് വിളിക്കും, മറക്കൂല. 10 മിനിറ്റ്.
ശേ എന്തോന്ന് സിദ്ധു ഒരാൾ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നോക്കിക്കൊണ്ടിരിക്കണേ? അത് ശരി, നീ സംസാരിക്കുന്നതൊക്കെ ബാക്കിയുള്ളവർ കേൾക്കണം, നമ്മൾ പറയുന്നൊന്നും നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് കൊള്ളാമല്ലോ. ഇനി മനസ്സിലായില്ല. ഓ നീ ഇപ്പോഴും നിന്റെ കുടുംബ മഹിമ ഞാൻ തലയിൽ പൊക്കി പിടിച്ചോണ്ട് നടക്കുവാണോ? എന്റെ പൊന്നു സിദ്ധു അതൊക്കെ വിട്. എടി നീയല്ലേ കുടുംബകഥ കൂടുതൽ പറയുന്നത്, നമ്മളൊന്നും പറയുന്നില്ലല്ലോ. എന്തോ നിന്റെ അപ്പൂപ്പൻ എന്നിട്ട് പൈസ എടുത്ത് വീശിന്നോ കനാല് കെട്ടി കൊടുത്തുന്നോ നീയല്ലേ ഇതൊക്കെ പറയണേ? ഞാൻ എന്റെ അപ്പൂപ്പനെ പറ്റി പറഞ്ഞത് നല്ല കാര്യമല്ലേ? അപ്പൂപ്പൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങള്, അല്ല നിന്റെ അപ്പൂപ്പനെ പോലെ കണ്ടമല്ല ചീത്ത വിളിച്ചൊന്നും അല്ലല്ലോ. ലച്ചു എടി, നീ ഞങ്ങളുടെ അടിക്കോട്ടൂർ വന്ന് നമ്മുടെ അപ്പൂപ്പനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്ക്, അവര് നാട്ടുകാർ പറഞ്ഞു തരും. എടി എന്റെ അപ്പൂപ്പന്റെ പ്രതിമയെ ഞങ്ങളുടെ ടൗണിൽ നടുക്ക് തന്നെ വെച്ചേക്കുവാ നാട്ടുകാർ, അറിയാവോ? അപ്പൂപ്പന്റെ പ്രതിമയെ? അല്ല കുഴിപ്പള്ളത്ത് നിന്ന് ഏലൂര് പോകുന്ന വഴിക്കല്ലേ നിന്റെ ഈ അടിക്കൂട്ടൂർ തറവാട്? അതെ. ഓ ആ പ്രതിമ, ആ പ്രതിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് കാക്ക കാഷ്ടിച്ച് വെച്ചേക്കുന്നത്. അത് നിന്റെ അപ്പൂപ്പ രാമകൃഷ്ണൻ പിള്ളയുടെ പ്രതിമയായിരുന്നു. രാമകൃഷ്ണൻ പിള്ള അല്ല, പിന്നെ മോഹനം പിള്ള. എന്താ പറഞ്ഞു നിനക്ക് ഇത്ര ചിരി? ഞങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കാണാൻ മേലെ മക്കളെ ഒത്തു വരുന്നു, പഠിച്ച് ചെല്ല്. ലച്ചു നീ കൂടുതൽ കഥയൊന്നും പറയണ്ട. നിങ്ങളുടെ കുടുംബപ്പേരെ എങ്ങനെ പടവലം എന്നായത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ട് റോട്ടിലിട്ട് പടവലയ്ക്ക് വെച്ചുകൊണ്ടല്ലേ പടവലം എന്നുള്ള പേര് വീണത്. അയ്യടാ മോനെ, റോട്ടിലിട്ട് വെച്ചത് ചിലപ്പോ നിന്റെ അപ്പൂപ്പനായിരിക്കും. എന്റെ അപ്പൂപ്പന്റെ കാലം തൊട്ട് അവിടെ പടവലം കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പടവലം വീണത്, പേര് വീണത്. കൃഷി ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ? എടി ഞങ്ങളുടെ അടിക്കോട്ടൂർ തറവാട്ടിലെ പണ്ട് സ്വന്തമായിട്ട് ആനക്കൊട്ടിൽ വരെ ഉണ്ടായിരുന്നവരാ. ആനക്കൊട്ടിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുഴിയാനകൾക്കൊക്കെ ആനക്കൊട്ടിലിന്റെ ആവശ്യമുണ്ടോ? നിന്റെ അമ്മമ്മ ഇന്നാള് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നല്ലോ, നിങ്ങളുടെ ചോനറത്തല തറവാട്ടില് ഒരു ആന ഉണ്ടായിരുന്നെന്ന്. ആ ആന കുഴിയാനയാ? മോനെ സിദ്ധു, ഓ ഞാൻ ഈ കുടുംബ മഹിമയുടെ അഹങ്കാരം കൊണ്ട് പറയുകയല്ല. ഞങ്ങളുടെ പടവലം വീടിന്റെ ആദ്യത്തെ പേര് പടവെട്ട് വീടെന്നായിരുന്നു. എന്ത് ഒരു പുച്ഛം! നിനക്കറിയോ, 2-3 ജനറേഷൻ മുന്നേ വരെ അവിടെ നാടുവാഴികളായിരുന്നു. ശരിക്കും അവിടുത്തെ നിലവറയിലെ വാളും പരിചയം കുന്തവും ഒക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നോക്കിയപ്പോഴേ ആകെ മമ്മട്ടിയും കോടാലിയും മാത്രമേ കണ്ടുള്ളൂ കേട്ടാ. മോനെ സിദ്ധു, ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ നിന്റെ ഫാമിലിയെയും എന്റെ ഫാമിലിയെയും കമ്പയർ ചെയ്യരുത്. ചിലപ്പോഴേ കൂട്ടിയാ കൂടൂല. എങ്ങോട്ട് പോകുന്നു? കൈന്ന് വിട് സിദ്ധു. ഇവിടെ നില്ല്, സംസാരിച്ചിട്ടൊക്കെ പോയാ മതി. നീ കൈനാതി വിട്, സംസാരിക്കട്ടെ. കൈന്ന് വിടടാ. സംസാരിച്ചിട്ട് പോ. നീ പറ, ഞാനും പറയാം. ഞാൻ എന്റെ കുടുംബകാര്യം പറയുമ്പോ നിനക്ക് എന്താ ഇത്ര പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നീ നിന്റെ കുടുംബകാര്യം പറയാം, ഞാനും എന്റെ കുടുംബകാര്യം പറയാം. പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിന് അത്രയും വരൂല മോനെ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നീ ക്ഷമ കാണിക്കുന്നില്ലല്ലോ. നീ അവിടെ ഇരുന്നേ, നീ കേട്ടാ പറ്റിയെടുത്തോളൂ. ഞാൻ കേൾക്ക, നീ പറ. എന്താ പ്രശ്നം? അമ്മൂമ്മ, ഇവൻ പറയാ അമ്മൂമ്മയുടെ ചോനറത്തല വീട്ടില് പണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കുഴിയാനകളായിരുന്നു. മോനെ, എന്നാലും അങ്ങനെ കളിയാക്കണ്ടായിരുന്നു. അയ്യോ അമ്മമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ നിങ്ങളുടെ ആനയുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചേ ഉള്ളൂ. പിന്നെ ആനയുടെ വിശേഷം അമ്മൂമ്മ, അതുപോലെ തന്നെ നമ്മുടെ പടലം വീടിന്റെ വരാന്തയുടെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു നിലവറയില്ലേ, അവിടെ വാളും പരിചയം കുന്തോക്ക് ഇപ്പോഴും ഇരിപ്പില്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ, അപ്പൂപ്പൻ പറയുന്ന കേട്ടത് അങ്ങനൊക്കെ ഉണ്ടെന്ന്. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളല്ലേ, അപ്പൊ യാതൊരു ഉറപ്പില്ല അല്ലേ? അല്ലേ, നമ്മളിവിടെ കുറെ ആന്റിക് സാധനമൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിലേ എന്റെ അടിക്കൂട്ടൂർ തറവാട് ഇതുവരെ പൊളിച്ചിട്ടൊന്നുമില്ല. അവിടെയും കുറെ ആന്റിക് സാധനങ്ങളൊക്കെ കാണും. അതധികം വൈകാതെ പൊളിഞ്ഞങ്ങ് വീണോളും. എങ്ങനെ? എന്തേ? ഞാനേ ഇനി ഇവിടെ ഇരുന്ന ചിലപ്പോ ശരിയാവൂല. എന്നാലും മോനെ, കുഴിയാനയാന്നൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ. ഒന്നുമില്ലേ, ആനയുടെ കാര്യം ഇങ്ങനെ. സിദ്ധു, എന്താടോ വിളിച്ചൊന്നും വിളിയേട്ടൂടെ? എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നാ? പിന്നെന്തെങ്കിലും കിടക്കണേ?
എന്റെ പൊന്നു ലച്ചൂസ് ഞാനൊന്ന് മനസ്സമാധാനത്തോടെ ഇവിടെ ഇരുന്നോട്ടെ, അല്ല കിടന്നോട്ടെ. എന്നാ എന്തേലും കഴിക്കാം. ലച്ചു എനിക്ക് വിശക്കുന്നില്ല. വിശക്കെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വന്ന് എടുത്ത് കഴിച്ചോളാം. എടുത്തു കഴിച്ചോളാന്നാ? എന്നാ ഞാൻ വിളമ്പി തരാടാ. ഓ വേണ്ട, പറയുന്ന കേട്ടാത്തൊന്നുമേ എന്നെ എല്ലാ ദിവസവും വിളിച്ചിരുത്തി നീ വിളമ്പിയാ തരുന്നേന്ന്. വേണ്ടെങ്കി വേണ്ട. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ പടവലം വീടിന്റെ തെക്കേ മൂലയില് നിധി ഉണ്ടെന്നൊരു ശ്രുതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്ത് അങ്ങനെ വല്ല അതൊക്കെ ഉണ്ടോ? നിർത്തിക്കേ, കുറെ നേരം നീ തുടങ്ങിയിട്ട്. നിന്റെ വിചാരം എന്തുവാ? പടവലം കൊട്ടാരത്തിലെ രാജ്ഞിയാന്നാണ് നിന്റെ വിചാരം? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് വെച്ചു. കുറെ നാട്ടുകാരെ പറ്റിച്ച് കുറെ സ്വത്ത് നേടിയെടുത്ത് അവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ കള്ളദാനം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കുടുംബമല്ലേ ഈ പറയുന്ന പടവലം? പടവലം പണ്ട് രാജാക്കന്മാരുടെ കൂടെ കണ്ട് വേലക്കാരായിട്ട് നിന്നവരായിരിക്കും നിങ്ങള്. പടവലഞ്ഞ കൊണ്ട് കുറെ കറി ഉണ്ടാക്കി കൊടുത്ത് സോപ്പിട്ട് അവര് തീരെഴുതുന്ന കുടുംബം പടവലം. ലച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേല പടവലം ഒന്നോ എന്താ ചേലത്ര അതൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന എന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയും. സിദ്ധുവെ നിർത്തിക്കോ. ഒന്ന് പോയടി അവിടെ നിന്ന്. ഒരു ചീഞ്ഞ പടവലംകാരി വന്നേക്കാണ്. ചീഞ്ഞ പടവലംകാരിന്നാ? എടാ എന്താ പ്രശ്നം? ഇവൻ നമ്മുടെ കുടുംബത്തിനെ പറഞ്ഞ മുമ്പേ ചീന പടവലംകാരി എന്ന് വിളിച്ചെന്നെ. എന്തരളിയത്? എന്തോന്ന് ചേച്ചി ഇത്? പിന്നെ കുടുംബത്തിനെ പറഞ്ഞ പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ? ഇല്ല ഇല്ല. കാലം എത്ര മാറിയാലും ജനറേഷൻ എത്ര കഴിഞ്ഞാലും ഈ കുടുംബപ്പേരിന്റെ പേരിലുള്ള തല്ല് ജീവിതത്തിൽ കഴിയില്ല അല്ലേ അളിയ? ചേച്ചിയുടെ കാര്യം ഓക്കെ, നമുക്കറിയാം ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. ചളിയ ഇങ്ങനൊക്കെ. എടാ അളിയ അങ്ങനൊന്നും ഇല്ല അമ്മമ്മ, അങ്ങനൊന്നും ഇല്ലെന്നേ. ഇവിടെ ചുമ്മാ എന്തൊക്കെയോ. നമ്മളൊക്കെ ഒരു ഒറ്റ കുടുംബം തന്നെയല്ലേ. ഈ കുടുംബത്തിനകത്ത് എന്തിനാലേ ഒരു വേർതിരിവ്? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ വ്യക്തിത്വമാണല്ലോ ഇമ്പോർട്ടന്റ്. പണ്ട് ആരാണ്ടോ പറയത്തില്ലേ ഇങ്ങനെ, അച്ഛൻ ആനപ്പുറത്ത് കയറി എന്നും പറഞ്ഞിട്ട് മകന്റെ ചന്തിയില് തഴമുണ്ടാവണമെന്നില്ലല്ലോ. അത്രേ ഉള്ളൂ. അല്ല, അത് മോൻ പറഞ്ഞത് ശരിയാ. കുടുംബ മഹിമ ഉണ്ടെന്ന് വിചാരിച്ചേ കാര്യമില്ല. പോയിന്റ്. നമ്മള് കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റ്. ഭക്ഷണം എടുത്തു വെക്കാന്നല്ലേ പറഞ്ഞേ? വിശക്കും. ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കാം. അയ്യോ. അല്ല, മറ്റേ കാക്ക അപ്പിട്ട് നാച്ചിച്ച് വെച്ച നിന്റെ അപ്പൂപ്പന്റെ ഒരു പ്രതിമയുണ്ടല്ലോ, പുള്ളിയുടെ പേരെന്താ? ആ, ഗോപാലകൃഷ്ണൻ പിള്ള അല്ലേ? അല്ല അല്ല അല്ല, എന്താ രാധപ്പൻ പിള്ളേ? അല്ല, തങ്കപ്പൻ പിള്ള. കാലം എത്ര മാറിയാലും കുടുംബത്തിനെ പറഞ്ഞ കളി മാറും.